സെറ്റല്ലേ? ഓക്കെ, നമ്മൾ ഇന്ന് താനാരയുടെ രണ്ടാമത്തെ സോങ് റിലീസിനായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ സോങ്ങും ട്രെയിലറും ഒക്കെ മലയാളി പ്രേക്ഷകർ ഏറ്റവും സ്നേഹത്തോടുകൂടി അക്സെപ്റ്റ് ചെയ്തു എന്നുള്ള സന്തോഷത്തിലും കൂടെ പങ്കുചേരാനാണ് നിങ്ങൾ എല്ലാവരോടും വന്നിട്ടുള്ളത്. താങ്ക് യു സോ മച്ച് ടു ഓൾ ദ മീഡിയ ആൻഡ് ഓൾ ദ മലയാളീസ് ഹു ഹാവ് അക്സെപ്റ്റഡ് അവർ ട്രെയിലർ ആൻഡ് അവർ ഫസ്റ്റ് സോങ്. നമുക്ക് ആദ്യം തന്നെ നമ്മൾ ട്രെയിലർ ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് യെസ് നല്ലൊരു കൈവി എടുക്കാം. നമ്മളുടെ ട്രെയിലർ നിങ്ങൾ മുന്നേ കണ്ടതായിരിക്കും. ലക്ഷറിയസ് ഫ്രെയിം കൂടെയാണല്ലേ. നമുക്ക് കോമഡി എന്റർടൈനർ ആണെങ്കിൽ ഇത്രയും ഭംഗിയുള്ള ഇത്ര രസമല്ല ഊർമിള ദേവി സെറ്റപ്പിലായിരുന്നു ഗെറ്റപ്പ് ഒക്കെ. തോന്നിയില്ലേ? എനിക്ക് അങ്ങനെ തോന്നിയത്. സോറി, റെഫറൻസ് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെങ്കിൽ. നമുക്കപ്പോൾ മൂവിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. റാഫി സാറിന്റെ തിരക്കഥയാണ്. അപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള കോമഡി ആണെന്നുള്ളത് വിച്ച് ഇസ് വെരി ഒബിയസ്. തിയേറ്ററുകളിൽ എത്തുമ്പോൾ നമ്മൾ ഓഗസ്റ്റ് 9 സിനിമ റിലീസ് ആവുന്നത്. വിത്ത് സ്റ്റാറിംഗ് ഓഫ് ഷൈൻ ടോം ചാക്കോ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അജു വർഗീസ്, ദീപ്തി സതി, ചിന്നു ചാന്ദിനി, സ്നേഹ ബാബു ആൻഡ് ജിബു ജേക്കബ്. അപ്പൊ അത് വളരെ ഒബിയസ് ആയിരുന്നു ട്രെയിലറിൽ. ടോക്സിക് ബോയ് ഫ്രണ്ടിനെ കണ്ട പോലെ എനിക്ക് തോന്നി. എനിക്കറിയില്ല കഥ ഏതായാലും. നമുക്ക് സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ജോർജ് കുട്ടി കേരം, ജോർജ് കുട്ടി, ഇന്ദ്രപ്രസ്ഥം, ഊട്ടിപ്പട്ടണം, കിണരി പുഴയോരം തുടങ്ങിയ ചിത്രങ്ങളുടെ ശ്രദ്ധേയനായ സംവിധായകൻ ഹരിദാസ് ആണ് താനാര ഒരുക്കിയിരിക്കുന്നത്. ഒരു മോഷ്ടാവിന്റെയും ഒരു യങ് പൊളിറ്റീഷ്യന്റെയും കൂടെ ഒരു ജീവിതത്തിലെ രസകരമായ സംഭവങ്ങൾ കോർത്തിറക്കിയ ഒരു മൂവിയാണ് താനാര നിർമ്മിച്ചിരിക്കുന്നത്. വൺ ഡേ ഫിലിംസിന്റെ ബാനറിൽ ബിജു വി മത്തായി ആണ് സാർ ഇവിടെ ഉണ്ട്. ആൻഡ് അതല്ലാതെ തന്നെ കോ പ്രൊഡ്യൂസറായ സുജാ മത്തായി, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സായ KR ജയകുമാർ, ബിജു MP എന്നിവരും കൂടെ നമ്മളായിട്ട് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇന്ററാക്ഷനിലേക്ക് കിടക്കാം. അപ്പൊ രണ്ടാൾക്കാർ നമുക്ക് മേജർലി ഇന്ററാക്ഷൻ ഉള്ളൂ. റെഡി അല്ലേ? നിങ്ങള് മെയിൻ ആൾക്കാരെ ഒന്നും കാണുന്നില്ല. ചോദ്യം യെസ് ഉണ്ടല്ലോ. മൈക്ക് അങ്ങോട്ട് തന്നു വിടണോ? എന്താ ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻസ് പറയുകയാണെങ്കിൽ ഒന്ന് കൈ റേസ് ചെയ്ത് ഞാൻ മൈക്ക് കൊണ്ടുതരാം. യു ക്യാൻ ആസ്ക്. ഓക്കെ. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഒരു പക്ക എന്റർടൈനിങ് ആയിട്ട് പാകിസ്ഥാന്റെ സ്ക്രിപ്റ്റുകൾ എന്ന് പറയുന്നത് അറിയാം. ഒരു എന്നും പ്രേക്ഷകന് ഓർത്തിരിക്കാൻ പറ്റുന്ന നർമ്മങ്ങൾ ഒരു ചിത്രമായിരിക്കും. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഈ ഫിലിം എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. യു ഗൈസ് കെയിം ഹിയർ ആൻഡ് നമ്മുടെ ഫിലിംക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഓണസ്റ്റ്ലി ഇതെൻ്റെ ഫസ്റ്റ് കോമഡി പടമാണ്. ഇതുവരെ ഞാൻ മലയാളത്തിൽ കോമഡി പടം അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. ആൻഡ് ദിസ് ഈസ് എ വെരി നിങ്ങൾ ഓൾറെഡി ട്രെയിലർ കണ്ടായിരുന്നു. ഒരുപാട് എങ്ങനെ പറയാം, സിറ്റുവേഷണൽ കോമഡിയാണ്. ആൻഡ് സ്ലാപ്സ്റ്റിക് കോമഡി ഓൾസോ ഉണ്ട് ഇതിൽ. ആൻഡ് ഓഫ് കോഴ്സ് റാഫി സർ ഇരുന്നിട്ട് സ്ക്രിപ്റ്റാണ്. സോ ഡെഫിനറ്റ്ലി കോമഡി ഈസ് ദെയർ. ഇറ്റ്സ് എ വെരി നോസ്റ്റാൾജിക് കോമഡി അലോങ് വിത്ത് the new age comedy also. So ഒരു മിക്സ് ആണ്. എൻ്റെ എക്സ്പീരിയൻസ് നല്ലായിരുന്നു. ആഫ്റ്റർ ഓൾ എൻ്റെ ഫസ്റ്റ് പടമാണ് വിത്ത് ഷൈൻ ചേട്ട. ഷൈൻ ചേട്ട, ആസ് യു ഓൾ നോ, ഈസ് വെരി എൻ്റർടൈനിങ് ഇൻ റിയൽ ലൈഫ് ഓൾസോ. സോ ഇറ്റ് വാസ് എ ഫൺ റൈഡ്. പിന്നെ സ്ക്രിപ്റ്റ് ഇങ്ങനെ ആയിരുന്നു ദാറ്റ് ദ സ്റ്റോറി ഇറ്റ് സെൽഫ് നമ്മുടെ ഷൂട്ടിൻ്റെ സമയത്ത് ഒരുപാട് ചിരി ഉണ്ടായിരുന്നു. സിറ്റുവേഷണൽ ഫണി സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. സോ അങ്ങനെ എക്സ്പീരിയൻസ് വളരെ നല്ലായിരുന്നു. ഐ ഓൺലി ഹോപ്പ് ദാറ്റ് എല്ലാവർക്കും ഈ പടം ഇഷ്ടവും. ആൻഡ് ഇറ്റ്സ് എ നോ ബ്രെയിനർ ഫാമിലി എൻ്റർടൈനർ പടം. സോ എല്ലാ ഏജ് ഗ്രൂപ്പ്സ്ക്ക് എങ്ങനെ പറയാം, റിലേറ്റ് ആവും, മനസ്സിലാവും. സോ ഐ എം ക്രോസിംഗ് മൈ ഫിംഗേഴ്സ് ദാറ്റ് ഈവൻ യു ഗൈസ് വിൽ ലൈക്ക് ഇറ്റ്. യാ. ഹായ്, എങ്ങനെ ഉണ്ടായിരുന്നു സിനിമയിലെ എക്സ്പീരിയൻസ്? ഇപ്പോൾ വിശേഷം നല്ല രീതിയിൽ നല്ല റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ തിയേറ്ററിൽ പലപ്പോഴും ആളുകൾ കുറച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമ എങ്ങനെയാണ്? ഇതൊരു ചെറിയ പടമാണ്. ആളുകൾക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിമാണ്. പ്രതീക്ഷകൾ എത്രത്തോളമാണ്? വിശേഷം എന്ന് പറയുന്ന മൂവി ഒരു ഫീൽ ഗുഡ് ഫാമിലി എൻ്റർടൈനർ ആണ്. അതിന് ആ കോണ്ടന്റുമായിട്ട് ഒരുപാട് പ്രസക്തിയുള്ളൊരു സിനിമയാണ്. വെൻ വി കം ടു താനാര ഈ പറഞ്ഞ പോലെ ഒരു നോ ബ്രെയിനർ എൻ്റർടൈനർ ആണ്. കോമഡി മൂവിയാണ്. അത് ട്രെയിലറും അതിൻ്റെ സോങ്സും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും. അപ്പോൾ നമുക്ക് ലൈക്ക്
ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള മൂവീസ് വരുന്നതിനോടൊപ്പം അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന ഒരു 2 മണിക്കൂറിനപ്പുറം നിങ്ങൾക്ക് എല്ലാവർക്കും വന്നിരുന്ന് ഒന്നും ചിന്തിക്കാതെ ബ്രെയിനൊക്കെ ഊരി വെച്ച് ചിരിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് താനാര. അപ്പം താനാര എന്ന് പ്രതീക്ഷിക്കേണ്ടത് അതാണ്, ബ്രെയിൻ ഊരി വെച്ച് കണ്ടിരിക്കാൻ പറ്റുന്ന, ചിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന പോലെ ഷൈൻ ചേട്ടനും വിഷ്ണു ഉണ്ണികൃഷ്ണൻ ചേട്ടനും അൽ ചേട്ടനും അപ്പം നമ്മൾ രണ്ടുപേരും സ്നേഹയും എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ഈ 3 വൻമതിലുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഓൺ ദി സ്പോട്ട് ഒരുപാട് ഇംപ്രവൈസേഷൻസ് ഉണ്ടായിരുന്നു അവരുടെ ഭാഗത്തു നിന്ന്. അപ്പം നമ്മൾ വിചാരിക്കാത്ത സമയങ്ങളിലൊക്കെ ചിരി വരികയും അങ്ങനെയൊക്കെ എന്താ പറയുക, ഷൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ചിരിച്ചും എൻജോയ് ചെയ്തും ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് താനാര. ഹോപ്പ്ഫുള്ളി അത് തിയേറ്ററിൽ വരുമ്പം അങ്ങനെ തന്നെ ആയിരിക്കും കാണുന്നവർക്കും. അപ്പോൾ അത് വളരെ ഫേമസ് ആയ ഒരു ഡയലോഗ് ആയിരുന്നു, താൻ ആരാണെന്ന് തനിക്കറിയാം, തന്നോട് പറയാം, ഞാൻ ആ ഒരു ഫേമസ് ഡയലോഗ് ഉണ്ടല്ലോ, ആ സോങ്ങിലും അത് തന്നെ ക്യാച്ചിങ് ആയിട്ട് തോന്നി എനിക്കത്. അപ്പം ശരിക്കും പറയാം ഈ ഒരു കോംബോ നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സെറ്റിൽ ഇതുപോലെ തന്നെ അടിപൊളിയായിരുന്നു അവരൊക്കെ. അതെ, അടിപൊളിയായിരുന്നു. വളരെ മോശമായിട്ടൊന്നും എന്തായാലും പറയില്ലല്ലോ. പക്ഷെ നോ, ജെനുവൻലി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഷൈൻ ചേട്ടൻ ലൈക്ക് റബ്ബർ വന്നു പോലെ ഓടി നടക്കും, വിഷ്ണു ചേട്ടൻ. പക്ഷെ അവരെല്ലാവരും ഭയങ്കര വോമായിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് ഇപ്പം നമ്മുടെ ഡിറക്ഷൻ ടീമാണെങ്കിലും പ്രൊഡക്ഷൻ ആണെങ്കിലും എല്ലാവരും എക്സ്ട്രീംലി വോം ആൻഡ് ടേക്കിംഗ് കെയർ ഓഫ് us. നമ്മളെല്ലാവരും 20-25 ദിവസം ഒരു വീട്ടിൽ ആണ് കൂടുതലും ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വി സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം വിത്ത് ഈച്ച് അതർ. സോ യാ, ഭയങ്കര രസമായിരുന്നു എല്ലാവരും. വിശേഷത്തെ കുറിച്ച് പറഞ്ഞായിരുന്നു കുറച്ച് മുമ്പ്. അത് വിശേഷം നല്ല റിപ്പോർട്ടുകളാണ്, കാണുന്നവരെല്ലാം നല്ല റിപ്പോർട്ട്സ് ആണ് പറയുന്നത്. പക്ഷേ തിയേറ്ററുകളിൽ ആളുകൾ കുറവാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ സബ്ജക്റ്റുകൾ ഡിസ്കസ് ചെയ്യപ്പെടേണ്ടതാണ്, അല്ല ആളുകൾ ഇഷ്ടപ്പെടാത്തതാണ്, എന്തുകൊണ്ടാണ് അതിങ്ങനെ റീച്ച് ആവാത്തെന്ന് കരുതുന്നത്? വിശേഷം എന്ന് പറയുന്ന സിനിമ ആക്ച്വലി വലിയ താരനിരകളില്ല അതിന്. ഞാനും ആനന്ദ് മധുസൂദനുമാണ് അതിൻ്റെ ഫേസ്. സൂരജ് റോമാൻ സംവിധായകൻ. നല്ല സിനിമയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, കാണുന്നവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അതിന് ഇനിഷ്യേറ്റീവ് ഇല്ലാത്തൊരു സിനിമയാണ്. ആ സിനിമ വേർഡ് ഓഫ് മൗത്തിലൂടെ മാത്രം വളരുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മൂവിയുടെ ഗ്രോത്ത് സ്ലോ ആയിരിക്കും. വരുന്ന ഡേയ്സിലും വീക്കിലും അത് എന്തായാലും ഗ്രോത്ത് ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. ഇപ്പം ദ അമൗണ്ട് ഓഫ് മീഡിയ ഹിയർ, നമ്മുടെ വിശേഷത്തിന് ഒരു പക്ഷേ ഇതിൻ്റെ പകുതിയേ ഉണ്ടാവുള്ളൂ. താനാരയിൽ ഈ പറയുന്ന എല്ലാ പരിചിതരായിട്ടുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ള വിസിബിലിറ്റി ഈസ് മച്ച് ഹയർ. അപ്പോൾ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് മൂവി ആൻഡ് വേർഡ് ഓഫ് മൗത്തിലൂടെ മാത്രം വളരുന്ന ഒരു സിനിമയാണ്. ദീപ്തി, മലയാളത്തിൽ സിനിമകൾ വളരെ കുറച്ചാണ്, കഥകൾ വരാത്തതാണോ സെലക്റ്റീവ് ആവുന്നതുകൊണ്ടാണോ? രണ്ടിനുമില്ല. സോ ദ തിങ് ഈസ്, ഫസ്റ്റ് നിങ്ങൾ എല്ലാവർക്കും അറിയാം എൻ്റെ ഫസ്റ്റ് മൂവി നീന ആയിരുന്നു. ആ സമയത്ത് എല്ലാവർക്കും തോന്നി ഞാൻ അങ്ങനെ തന്നെ റോൾസ് സൂട്ട് ആവുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തു ആ സമയത്ത്, ജസ്റ്റ് സോ ദാറ്റ് ഐ ഗെറ്റ് ഡിഫറെൻറ്റ് റോൾസ്. ബിക്കോസ് ആസ് ആൻ ആക്ടർ, ഈവൻ ചാന്ദി വിൽ അഗ്രി, നമുക്ക് എല്ലാ മൂവീസിലും നമുക്ക് കുറച്ച് വെറൈറ്റി വേണം ആസ് എൻ ആക്ടർ, സോ ദാറ്റ് ഈവൻ ദി ഓഡിയൻസസ് ക്യാൻ സീ ഈ ആക്ടർ അങ്ങനെ ഓൾസോ ഷീ കെൻ ഡു ദിസ്, ഓൾസോ ഷീ കെൻ ഡു. ആ സമയത്ത് ഓണസ്റ്റ്ലി എനിക്ക് ഒരുപാട് ടോം ബോയ്ഷ് റോൾസ്, ടഫ് റോൾസ് വരായിരുന്നു. ആൻഡ് എൻ്റെ മനസ്സിൽ ഇതൊരു തോട്ട് ഉണ്ടായിരുന്നു ദാറ്റ് ഐ വോണ്ട് ടു ഡു സംതിങ് ഡിഫറെൻറ്റ്. എക്സാക്ട്ലി നീന ചെയ്യുന്നില്ല, ബിക്കോസ് ഐ വോണ്ട് പീപ്പിൾ ടു സീ ഓൾസോ ദാറ്റ് ആസ് എൻ ആക്ടർ ഐ ക്യാൻ ഡു മച്ച് മോർ ദൻ ദാറ്റ്. ആക്ച്വലി എൻ്റെ ആഗ്രഹമുണ്ട്, ഓണസ്റ്റ്ലി പറഞ്ഞാൽ എനിക്കൊരു നാടൻ റോൾ ചെയ്യണം, ഒരുപാട് ആഗ്രഹമുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇതുവരെ എനിക്ക് അത് കിട്ടിയിട്ടില്ല, പക്ഷേ ഹോപ്പ്ഫുള്ളി കിട്ടും. ഇപ്പോൾ എൻ്റെ മലയാളം ഓൾസോ ബെറ്റർ ആണ്. സ്റ്റാർട്ടിങ്ങിൽ ഇത്ര മലയാളം എനിക്ക് സംസാരിക്കാൻ പോലും പറ്റില്ല. സോ ഹോപ്പ്ഫുള്ളി ഐ പ്രേ ആൻഡ് ഹോപ്പ് ഓൾവേസ് ദാറ്റ് എനിക്ക് ഡിഫറെൻറ്റ് റോൾസ് കിട്ടും. പക്ഷേ നോട്ട് സിലക്റ്റീവ്, ബട്ട് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എങ്കിൽ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഓഡിയൻസസ് ആർ വെരി സ്മാർട്ട്. ഏതെങ്കിലും സ്ക്രിപ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ദേ വിൽ നോട്ട് കൺസിഡർ യു ആസ് എ ഗുഡ് ആക്ടർ. സോ എൻ്റെ ഓണസ്റ്റ്ലി മൈ ഒപ്പീനിയനിൽ ഏത് ബെറ്ററാണ് അത് ഞാൻ ചൂസ് ചെയ്യും. പക്ഷേ അതിൻ്റെ ശേഷം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഐ ക്യാൻ ജസ്റ്റ് ഹോപ്പ് ആൻഡ് പ്രേ ദാറ്റ് ദ ഓഡിയൻസസ് ലൈക്ക് ഇറ്റ്. My team does a good job, because at the end of it, a movie is not a one-man job. എല്ലാവരുടെ ഹാർഡ് വർക്ക് ആണ്, എല്ലാവരുടെ എഫേർട്ടാണ്. സോ എക്സാക്ട്ലി വിത്ത് താനാര ഇപ്പോൾ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടൊരു ക്യാരക്ടറാണ്, അതുകൊണ്ട് കുറച്ച് സമയം എടുത്തു. ബട്ട് സി, ഇറ്റ്സ് ബെറ്റർ ടു ബി ലേറ്റ് than never, and it's better to be good than bad.
സോ സോ അതുകൊണ്ട് ചിലപ്പം അങ്ങനെ ആയിരിക്കും. ബട്ട് ഐ എം എ വെരി ഇമ്പൾസീവ് പേഴ്സൺ, സോ ഐ ഡിസൈഡ് ഫ്രം മൈ ഹാർട്ട്. സോ അതുകൊണ്ട് അങ്ങനെയാണ്. പ്രൊഡ്യൂസർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ ഇനിഷ്യേറ്റീവ് എടുത്തത്? എല്ലാവർക്കും ആദ്യം തന്നെ നമസ്കാരം. ആദ്യം തന്നെ നന്ദിയും കൂടെ പറയുകയാണ്. കാരണം ഇതുപോലെ ഒരു ഷോർട്ട് നോട്ടീസിൽ ഇങ്ങനെ എല്ലാ പ്രസ്കാരും ഒന്നിച്ച് ദൃശ്യമാധ്യമക്കാരെല്ലാവരും ഒന്നുചേർന്ന് ഇങ്ങനെ ഒരു ഈ സെക്കൻഡ് സോങ് റിലീസിങ്ങിന് ഒത്തുചേർന്നതിൽ ഒത്തിരി സന്തോഷം, നന്ദി. കാരണം നമുക്കറിയിപ്പം ചോദിച്ചതുപോലെ സിനിമ എന്നതൊരു വ്യവസായം തന്നെയാണ്. അതിനെ പല രീതിയിൽ ആൾക്കാർ നോക്കിക്കാണുന്നുണ്ടെങ്കിലും എൻ്റെ കാഴ്ചപ്പാടിൽ പ്യൂർലി ഇറ്റ്സ് എ ബിസിനസ് ഫോർ മീ. അതുകൊണ്ട് തന്നെയാണ് റാഫി എന്ന സിനിമയുടെ ഒരു വളർച്ചയ്ക്ക് ഒരു പരിധിവരെ അല്ലെങ്കിൽ സിനിമാ പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തിക്കുന്ന കാര്യത്തിന് റാഫി സാറിൻ്റെ കഥയ്ക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. ഈ ഒരു ചിന്ത കൊണ്ട് തന്നെയാണ് റാഫി സാറിൻ്റെ സ്ക്രിപ്റ്റിലൂടെ സിനിമ ചെയ്യുമ്പോൾ മുൻപോട്ട് വരണം എന്നുള്ളൊരു താല്പര്യമുണ്ടായത്. അതുപോലെ തന്നെ വെറ്റേറിയനായിട്ടുള്ള ഒരു ഡയറക്ടർ, ഇന്ദ്രപ്രസ്ഥം, കണ്ണൂര്, ഊട്ടിപ്പട്ടണം, ജോർജ് കുട്ടി, കെയർ ഓഫ് ജോർജ് കുട്ടി എന്ന് തുടങ്ങിയ നിരവധി ഹിറ്റ് സിനിമകൾ നിർമ്മിച്ച ഒരു ഡയറക്ടർ, അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തും റാഫി സാറിന്റെ സ്ക്രിപ്റ്റും കൂടിയാകുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു സിനിമ വരുമെന്നുള്ളൊരു പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് താനാര എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്യാമെന്ന് മനസ്സ് വിചാരിച്ചത്. തന്നെയല്ല, ഇവരെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കാണുകയാണെങ്കിൽ റാഫി സാറിന്റെ വളരെ നാളുകൾക്ക് ശേഷം നമ്മൾ പല സിനിമകൾ വന്നെങ്കിൽ പോലും നമുക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പാറ്റേണുള്ള സിനിമ നമുക്ക് കിട്ടിയിട്ടില്ല എന്നത് സത്യമാണ്. ഈ ഒരു സിനിമ അതിനൊരു തിരിച്ചെഴുത്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുപോലെ തന്നെ ഹരിദാസേട്ടന്റെ തിരിച്ചുവരവ് എന്ന് കൂടി വേണമെങ്കിൽ പറയാം. കാരണം വളരെ നീണ്ട കാലങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ ഒരു സിനിമ നമ്മൾ കാണാൻ പോകുന്നത്. അതിനിടയിൽ അദ്ദേഹത്തിന് ചില കാർഡിയക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ മകന്റെ ഒരു എൻട്രി കൂടിയാണ് ഈ സിനിമയിലൂടെ. അദ്ദേഹം ഇതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ഋഷി ഹരിദാസ്. അദ്ദേഹമായിരുന്നു അവസാന നാളുകളിൽ ഈ സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഈ സിനിമയുടെ ഇത് വർക്ക് ചെയ്തത്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതുപോലെ തന്നെ ഇതിന്റെ ഒരു നേരത്തെ പറഞ്ഞ ഒരു വീടിനുള്ളിൽ വെച്ച് നടന്നൊരു കഥയാണ്, ഒറ്റ രാത്രിയിൽ നടക്കുന്ന ഒരു കഥയാണ്. ആ ഒരു ചെറിയ സ്ഥലത്ത് വെച്ചുകൊണ്ട് ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സിനിമ എടുക്കുക എന്ന് പറയുന്നത് ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമേറിയ സംഭവമാണ്. പക്ഷെ അത് ഏറ്റവും നല്ല രീതിയിൽ വളരെ കുറച്ച് ക്രൂസിനെ വെച്ചുകൊണ്ട്, അതുപോലെ അതായത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ഷൈൻ ടോം, ചാന്ദിനി, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ ദീപ്തി സതി, അജു വർഗീസ്, ഇത്രയും ആൾക്കാർ ആണ് ഇതിൻ്റെ അകത്തുള്ള ആൾക്കാർ. പക്ഷെ ആ 5 പേരുടെയും കോംബോയിൽ വർക്കൗട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റും, നിങ്ങളെ ചിരിപ്പിച്ചേ വിടൂ എന്നുള്ള, നീ എത്ര മല്ല് പിടിച്ച ആളാണെങ്കിലും ആ സിനിമ കണ്ട് ചിരിച്ചു പോകും എന്നുള്ള യാതൊരു തർക്കവുമില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ആ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ഇത് ചെയ്യാം എന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ ഈ സിനിമ ചെയ്യാൻ വേണ്ടി തന്നെ. അത് തന്നെയല്ല, ഇതിൻ്റെ അകത്ത് നല്ല സോങ്ങുകൾ, ഇനി ഇത് 2ാമത്തെ സോങ് റിലീസാണ് ഇന്നിവിടെ ചെയ്യുന്നത്. മഞ്ജു ചേച്ചിയാണ് നമുക്ക് വേണ്ടി ആ സോങ് ഇന്ന് റിലീസ് ചെയ്യുന്നത്. അതിനുശേഷം 3ാമത്തെ ഒരു സോങ് കൂടിയുണ്ട്, അതും വരും ദിവസങ്ങളിൽ റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാം തീർച്ചയായിട്ടും നേരത്തെ ഇവിടെ ചോദിക്കുന്നുണ്ട് ഈ സിനിമ എന്തുകൊണ്ട് വിശേഷം എന്ന സിനിമയ്ക്ക് ആളുകൾ കയറുന്നില്ല എന്നത്. ഒരു പരിധിവരെ ചില കോണിൽ നിന്ന് അതിനെ പാർശ്വവൽക്കരിക്കപ്പെടുന്നതുകൊണ്ടാകാൻ ചിലപ്പം ചില സിനിമകൾക്ക് ആൾക്കാരെത്താത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചിലപ്പം മെഗാസ്റ്റാറുകളുടെ മാത്രം സിനിമയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം മറ്റു ചെറിയ സിനിമകൾക്ക് കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം മികച്ച സിനിമകൾ വരുന്നുണ്ടെങ്കിൽ പോലും അത് പ്രേക്ഷകരിൽ എത്തിക്കേണ്ടത് ഒരു പരിധി വരെ നമ്മുടെ ദൃശ്യമാധ്യമ സുഹൃത്തുക്കൾ തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഇതിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെഗാ ഹിറ്റായി മാറി വീണ്ടും വീണ്ടും സിനിമ ചെയ്യാനുള്ള അവസരം എനിക്കും ഇതുപോലെ പുതിയ സിനിമകൾ അഭിനയിക്കാൻ ഇവർക്കും അവസരം കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു. തീർച്ചയായും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഈ പറഞ്ഞ അത് പ്രൊഡ്യൂസറോട് തന്നെയാണ്. സിനിമ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുടെ വർക്കാണ്. അപ്പം അവരുടെ ഒരു ഒറ്റയ്ക്കുള്ള ഒരു പരിശ്രമത്തിന്റെ അല്ല. അപ്പം നിങ്ങളുടെ പടം പ്രൊമോട്ട് ചെയ്യാൻ ഇവർ രണ്ടുപേരും വന്നു, ബാക്കി താരങ്ങൾ എന്തുകൊണ്ട് വന്നില്ല? അല്ല, ഇത് അതുകൊണ്ട് ഞാൻ പറയുന്നത് സെക്കൻഡ് സോങ്ങിന്റെ റിലീസിങ് മാത്രമാണ്, ഇതൊരു പ്രസ് മീറ്റ് അല്ല. തീർച്ചയായിട്ടും ഞങ്ങൾ വരുന്ന ആഴ്ചകളിൽ ഒരു പ്രസ് മീറ്റ്, അതായത് എല്ലാവരും ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ, മറ്റ് ആർട്ടിസ്റ്റുകളെല്ലാം വന്നുകൊണ്ട് തീർച്ചയായിട്ടും ഒരു പ്രസ് മീറ്റ് ഉണ്ടാകുന്നതാണ്. ഇതൊരു ജസ്റ്റ് സെക്കൻഡ് സോങ്ങിന്റെ റിലീസിങ് മാത്രമാണ്. ഇന്നിവിടെ ഞങ്ങളുടെ വേറൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രം ഇതൊരു ഔദ്യോഗികമായിട്ട് എന്നാൽ ഇവിടെ വെച്ച് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഷോർട്ട് നോട്ടീസ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത്. തീർച്ചയായിട്ടും വേറൊരു പ്രസ് മീറ്റ് ഉണ്ടാകും, നിങ്ങൾ എല്ലാവരും വിളിക്കും, നിങ്ങൾ വരണം എന്നുള്ള കൂടി ഞാൻ ഓർമ്മിക്കാം. ഒരു കോമഡി സിനിമയാണ്. അപ്പം നിങ്ങൾ രണ്ടുപേരും ഒഴിച്ച് ബാക്കി എല്ലാവരും കോമഡി നല്ലതായിട്ട് സിനിമകളിൽ കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഈവൻ സ്നേഹയാണെങ്കിൽ കൂടി കരിക്കിലൊക്കെ നന്നായിട്ട് കോമഡി ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ സ്പോട്ട് ഇംപ്രവൈസ്
ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ഇപ്പൊ ഷെയർ ചെയ്യാൻ പറ്റും? ഞാൻ ആദ്യമായിട്ടാണ് ആക്ച്വലി ഫിലിമിൽ കോമഡി ചെയ്യുന്നത്, ബോത്ത് ഓഫ് അസ്. സോ ഈ സ്പോട്ടിൽ ഇംപ്രവൈസേഷൻ വരുന്ന ഒന്ന് ഹരിദാസ് സാർ ആണെങ്കിലും റാഫി സാർ ആണെങ്കിലും ഒക്കെ ഭയങ്കര റിസെപ്റ്റീവാണ് ഓൺ നമ്മൾ സ്പോട്ടിൽ ഇംപ്രവൈസ് ചെയ്യുന്നത്. ഞാനൊക്കെ പ്രത്യേകിച്ച് കോമഡി ആയതുകൊണ്ട് ഇംപ്രവൈസ് ചെയ്യാൻ പറ്റും എന്ന് പോലും വിചാരിക്കാതെയാണ് സിനിമയ്ക്ക് എത്തുന്നത്. പക്ഷെ പിന്നെ അവിടെ ഉണ്ടല്ലോ ഷൈൻ ടോം ചാക്കോ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അജു വർഗീസ്. നമ്മൾ ലൈൻ പഠിച്ചു വന്നിരുന്നാൽ പോലും അവരവരുടെ കയ്യിൽ നിന്നൊക്കെ ഇട്ട് ഓരോന്ന് പറയും. അപ്പം നമുക്ക് വേറെ രക്ഷയില്ല. വി എൻഡ് അപ്പ് ഹാവിങ് ടു ഇംപ്രവൈസ്. സോ അങ്ങനെ ഒരുപാട് പരിപാടികൾ സിനിമയിൽ നടന്നിട്ടുണ്ട്. അത് സിനിമ കണ്ടു കഴിഞ്ഞാൽ വിൽ ഒബ്വിയസ്ലി ബി ഏബിൾ ടു ടെൽ യു ഇതിൽ എന്താണ് അങ്ങനെ നടന്നിട്ടുള്ളതെന്ന്. അങ്ങനെ എന്തെങ്കിലും ഹ്യൂമർ ആയിട്ടുള്ള ഇൻസിഡന്റ് ഷെയർ ചെയ്യാൻ പറ്റും? അങ്ങനെ ഓണസ്റ്റ്ലി ഒരുപാട് ഹ്യൂമറായിട്ട് ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. ബിക്കോസ് ഈ എല്ലാ മൂവി ഒരു രാത്രി എൻ്റെ സ്റ്റോറിയാണ്. ആൻഡ് എല്ലാവർക്കും അറിയാം ഷൈൻ ചേട്ടൻ റിയൽ ലൈഫിൽ ഓൾസോ ഒരുപാട് ഫണിയാണ്. വിഷ്ണു ചേട്ടൻ ഇസ് വെരി ഫണി. അഫ്കോഴ്സ് അവർ എല്ലാവരും സെറ്റിൻ്റെ ലൈക്ക് സീനിൻ്റെ മിഡിൽ ദേ വുഡ് മേക്ക് ഫൺ ഓഫ് മൈ മലയാളം. കാരണം എൻ്റെ മലയാളം ഒരുപാട് ഫണിയാണ്, എനിക്കറിയാം. സോ പക്ഷേ ഷൈൻ ചേട്ടൻ വിൽ ഓൾവേസ് ട്രൈ ടു ടോക്ക് ടു മീ ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഷൈൻ ചേട്ടൻസ് ഇംഗ്ലീഷ് ഇസ് ഓൾസോ വെരി ഫണി. സോ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ആൻഡ് ബൈ ദി എൻഡ് ഓഫ് ദ ഷൂട്ട് I think Shine Cheta and me have become buddies. Vishnu Cheta and me have also become very big buddies. Me and Chinu, Chandni has also become so friendly. So I think this movie funny aana, pakshe it also developed interpersonal relationships. Karanam it's very like receptive. Chandni parnu. So I think all of us have become very good friends. I mean, Vijay sir has also become a friend now, more than a producer. So I think adellam ningalku kaanam pattum. And idu situational comedy aana, slapstick aana, pakshe it is also very engane parayam body comedy. Like if you notice like how Rafi sir writes his stories, so adu nammada chemistry la ningalku kaanam pattum. So amne kore incidences aana, but basically they would always make fun of my Malayalam. അപ്പം താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും ഈ രണ്ടാമത്തെ സോങ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഒരു നല്ല ഏറെ നാളുകൾക്ക് ശേഷം നമ്മുടെ ക്യാമ്പസുകളിൽ അല്ലെങ്കിൽ കലാലയങ്ങളിലൊക്കെ നമുക്ക് ഓരോ പരിപാടികൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡാൻസ് പെർഫോമൻസ് മ്യൂസിക്കുമായിട്ട് നമ്മുടെ ഗോപിച്ചേട്ടനൊക്കെ വളരെ നല്ല രീതിയിൽ ഈ സോങ് അവതരിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് മാക്സിമം തരിക, സിനിമയെ സക്സസ് ആകുക. തീർച്ചയായിട്ടും അടുത്ത ആഴ്ച നിങ്ങളുടെ ഇൻ അഡ്വാൻസ് ആയിട്ട് നിങ്ങളുടെ അടുത്ത പ്രസ് മീറ്റിനെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഇവിടെ വന്നെത്തുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്.